ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മീനു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് ഇങ്ങനെ കുറച്ച് വൈറ്റ് തുണിയുണ്ട്. രണ്ട് വലിയ പീസ് വൈറ്റ് തുണിയാണ് ഉള്ളത്. നമുക്കിതിനൊന്ന് കളർ മുക്കിയെടുക്കാം. കളർ മുക്കി കുട്ടപ്പനാക്കി എടുക്കാം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ടൈ ചെയ്യണമെന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഫ്രണ്ട് പോർഷൻ ഒരു നമുക്ക് മറ്റേ ബാന്തിനി പോലെ, അങ്ങനെ ബാന്തിനിയല്ല, ചുങ്കിടി പോലെ ചെയ്യാം. പിന്നെ താഴേക്ക് സ്ട്രൈപ്സ് പോലെ അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്കറിയില്ല എത്രത്തോളം റെഡി ആവുമെന്ന്. എൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റും കൂടെയാണ്. അപ്പോൾ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഇനി ഇത് ടൈ ചെയ്യണമെന്നുള്ളത് കാണിച്ചു തരാവേ. അപ്പോൾ ഇത് ഞാൻ ടൈ ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാം. ഒരെണ്ണം സാധാ നോർമലി സിക്സാക്കായിട്ട് പ്ലീറ്റ് ചെയ്തിട്ട് ടൈ ചെയ്തെടുത്തു. ഒരെണ്ണം കടല ഉള്ളിൽ വെച്ചിട്ട് നന്നായിട്ട് ടൈ ചെയ്തെടുത്തു. കാണുന്ന പോലെ ഇല്ല, കടല വെച്ച് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ. ഒരു ചുങ്കിടി വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ചെയ്യാനായിട്ട്. ബാക്കിയുള്ളത് കുഴപ്പമുണ്ടായിരുന്നില്ല, നന്നായിട്ട് ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കളറ് കദം കളേഴ്സിൻ്റെ ടീൽ ഗ്രീനും പിന്നെ അതിൻ്റെ തന്നെ ഫിക്സറുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിൽ നോക്കിയാൽ അതിൽ അവർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് നോക്കി ചെയ്താൽ മതി. ഇപ്പോൾ ഇത് കോട്ടൺ ക്ലോത്ത് ആയതുകൊണ്ട് സാൾട്ടാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളത് ആഡ് ചെയ്തിട്ട് നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഒരു പഴയ പാത്രം എടുത്തിട്ട് അതിനകത്ത് വെള്ളം നിറച്ചു, ഉപ്പിട്ട് കൊടുത്തു. അത് നന്നായിട്ട് തിളക്കണം. എനിക്കെന്തോ മിസ്റ്റേക്ക് പറ്റിയെന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്കിത് കാണാം. ഇതിൻ്റെ അവസാനം അതിന് കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഔട്ട്പുട്ട് കിട്ടിയെന്ന്. അപ്പോൾ പിന്നെ ഞാൻ കളർ ഒരു പാത്രത്തിലെടുത്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഡയറക്റ്റ് ഇട്ടാൽ കട്ട പിടിക്കണ്ടെന്ന് കരുതിയിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇതിങ്ങനെ പത പോലെയൊക്കെ വന്നു. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണല്ലോ. പിന്നെ ഞാൻ ഇത് വാഷ് ചെയ്യാൻ മറന്നുപോയി. ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇട്ടത്. പക്ഷേ ഡ്രൈ ആയിട്ടാണ് ഇട്ടതെങ്കിലും അതിൻ്റെ കുഴപ്പം അല്ലായിരിക്കും. കാരണം അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ എന്നിട്ട് ഞാനിത് മുക്കി വെച്ച് കുറച്ച് നേരം മുക്കി വെച്ച് നമ്മുടെ എല്ലാ പീസുകളും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. കടല പീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വന്നത്. കളർ നന്നായിട്ട് വന്നു, പക്ഷേ എവിടെയൊക്കെയോ കുറച്ചിങ്ങനെ പിടിച്ചിരിക്കണ പോലെ തോന്നി. കണ്ട, അങ്ങനെ വന്ന്. അപ്പോൾ ഇത് അത്യാവശ്യം ഒന്ന് ഞാൻ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. പക്ഷേ ഫുള്ളായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നന്നായിട്ടൊന്ന് ഡ്രൈ എടുത്തു. എന്നിട്ട് നമുക്കിതിന് കട്ട് ചെയ്ത് നോക്കാം. കട്ട് ചെയ്തപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല സങ്കടം വന്നു. ഞാൻ വിചാരിച്ച പോലെയൊന്നും അല്ല വന്നത്. അപ്പോൾ അതിൻ്റേതായ സങ്കടം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കത്രിക എടുത്തിട്ട് വേഗം കട്ട് ചെയ്തു. ഞാൻ നിവർത്തി കാണിക്കണില്ല, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ അടുത്ത പാറ്റേൺ എടുത്തു. അതിന് ശേഷം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പിടിച്ചിരിക്കുന്ന പോലെ തോന്നിയിട്ടാ. ഇത് ഇത്തിരി സമാധാനം കിട്ടിയത് ഇതിൽ മാത്രമാണ് കേട്ടോ. എനിക്ക് ഇത്തിരി സന്തോഷം തോന്നിയത് ആ കടലയുടെ ആ ഒരു സംഭവം വെച്ചപ്പോൾ. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാനായിട്ട്. എനിക്ക് മടിയാവുമായിരുന്നു ചെയ്യാനായിട്ട്. ചെയ്തു പോവുകയും ചെയ്തു. അതുകൊണ്ട് അത് കുറച്ചാക്കി ഫിനിഷ് ചെയ്തതാണ്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ടൊക്കെ ചെയ്താൽ മതി. പിന്നെ മറ്റേത് ആ ഗോപുരം പോലെ വെച്ചത്, ആ സംഭവം ഞാൻ അയച്ചു. അതും ഫ്ലോപ്പായെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇത് അയച്ചപ്പോഴാണ് എനിക്കൊരു സന്തോഷം തോന്നിയെന്ന് പറഞ്ഞില്ലേ. ഇത് കണ്ട, അത് നല്ല ഭംഗിയായിട്ട് വന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കുറച്ച് ബുദ്ധിമുട്ടെങ്കിലും അതിൻ്റെ ഔട്ട്പുട്ട് നല്ലതായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു തരാവേ. ഇതിൻ്റെ ഫുള്ള് എങ്ങനെയായിരുന്നു എന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ നോക്കിയിട്ട് ചെയ്യുക. പിന്നെ മറ്റേ പയ്യൻ പറഞ്ഞത് ചിലവരുടെ ശരിയാവും, ചിലവരുടെ ശരിയാവത്തില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനത്തെ ഉള്ളൊരവസ്ഥയായിപ്പോയി. ഒരെണ്ണം ശരിയായി, ഒരെണ്ണം നല്ലതായി വന്നു. ബാക്കി കുറച്ച് സ്പ്രെഡായ പോലെ തോന്നി. ആ ഒരു വൈറ്റ് കളർ അങ്ങോട്ടേക്ക് വന്നില്ല, കുറച്ച് സ്പ്രെഡായ പോലെ തോന്നി എനിക്ക്. അപ്പോൾ ഉള്ളിൽ കടലയാണ് കേട്ടോ വെച്ചിരുന്നത്. അതാണ് ആ കടലയൊക്കെ അവിടെ കിടക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വന്നു കേട്ടോ. ഇത് നല്ലതായിരുന്നു. ഈ ഒരു പീസ് നല്ല രീതിക്ക് തന്നെ വന്നു, നന്നായിട്ട് എനിക്ക് കിട്ടി. അപ്പോൾ ഇതിലെനിക്ക് സന്തോഷമായി. പിന്നെ അതിൻ്റെ തന്നെ സൈഡിൽ നമ്മൾ ബാക്ക് സൈഡ് കൊടുക്കാനായിട്ട് ഞാൻ ചെയ്തതാണ് ഇതിങ്ങനെയാണ് വന്നത്. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ ഞാനിതൊന്നും കൂടി കൊണ്ടുപോയി കളർ മുക്കി. അതിന് ഞാൻ പിന്നെ ഫോട്ടോയിൽ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു പോർഷൻ ഇങ്ങനെയാണ് വന്നത്. ഇനി മറ്റേത് സ്ട്രൈപ്സിന് വേണ്ടി ചെയ്തത് അതിങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. ഇതും ഇങ്ങനെയാണ് വന്നത്. ഒരു ഫെയ്ഡായ പോലെയാണ് വന്നത്. അപ്പോൾ എനിക്ക് ആകെ സങ്കടമായിട്ട് സത്യം പറഞ്ഞാൽ. പിന്നെ മറ്റൊരു വലിയ പീസിൻ്റെ ഇതിങ്ങനെ വന്നു. അത് ഞാൻ ഇനി പ്ലീറ്റ് ചെയ്തതിന് കുഴപ്പമാണോ എന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. ആകെ കുളമായി എന്ന് പറയാം. കുളമായെന്നും പറയാൻ പറ്റില്ല. അത്യാവശ്യം നന്നായിട്ട് വന്നാൽ ഞാൻ പ്രതീക്ഷിച്ച പോലെ വന്നില്ല. അതിൻ്റെ ഒരു സങ്കടമാണ്. പക്ഷേ ഇത് നല്ല അടിപൊളിയായിട്ട് വന്നു. ചുങ്കിടി വന്നത് അടിപൊളിയായിട്ട് തന്നെ വന്നു കേട്ടോ.
ഇതും ഇങ്ങനത്തെ അപ്പോൾ കിട്ടിയ ഓരോ പാറ്റേൺസിൻ്റെ ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.